പക്ഷേ അത് കരിക്കിൽ നിഖിലിന് അയച്ചു കൊടുത്തപ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് കൊറോണ ടൈമാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് കോണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാനൊക്കെ ജോർജും അവരൊക്കെ ഭയങ്കര ഫേമസാണ്. ആ സമയത്ത് അങ്ങനെ ഒരു കോണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാനുള്ള സ്പേസും നമുക്ക് ആ കൊറോണ ടൈമിലൊന്നും ഇല്ല. അപ്പം ഞാനൊക്കെ വഴി നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും അറിയത്തു പോലുമില്ല ഇത് ഷൂട്ടാന്ന് പോലും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അങ്ങനെ നിഖിലിന് അയച്ചു കൊടുത്ത് നിഖിലിന് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് അതിലേക്ക് വരുന്നത്. ആ സ്പേസിൽ വന്നതും ആ സമയത്ത് ഒരുപാട് പേര് യൂട്യൂബ് അല്ലെങ്കിൽ ആ സ്പേസിൽ നമുക്ക് ഒരുപാട് സമയമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ പ്രോഡക്റ്റ് കൊടുത്താൽ മതി, മാർക്കറ്റ് അവിടെ ഉണ്ട്, ഐ മീൻ ആളുകൾ കൺസ്യൂമേഴ്സ് അവിടെ ഉണ്ട്. ആ ഒരു സമയത്ത് വന്നപ്പോൾ അതിൽ നിന്ന് കൺവേർഷൻ വന്നതാണ്. രഞ്ജിൻ സാറിൻ്റെ ഓ ബേബി വന്നു, 1001 വന്നു. എനിക്കൊന്ന് ഇത് രണ്ടും ചെയ്തിട്ട് RDX നാസ് വിളിക്കുമ്പോൾ നാസ് പറഞ്ഞു ഞാൻ ഇൻസോംനിയ കണ്ടിട്ടുണ്ട് വെച്ചാൽ ഞാൻ അതായത് എനിക്കൊരു 3 സിനിമ ഇൻസോംനിയ കണ്ടിട്ട് കൊള്ളാം, ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കാൻ വേണ്ടി 3 സിനിമ 3 ഞാൻ പുതുമുഖമായിരുന്നു.